അത് വളരെ ഗൗരവത്തോടെ കാണണം. അതാണ് യഥാർത്ഥത്തിൽ ഈ മുങ്ങിപ്പോകലുകളുടെ വലിയൊരു യുക്തി. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വെറുതെ വഴിയാധാരമായി പോകുന്ന ചുറ്റുപാട് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഇത് പ്രത്യേകിച്ച് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. പല ആളുകളുടെയും ധർമ്മസങ്കടമായി മാറിയിരിക്കുകയാണെന്ന് ഈ വിഷയം. അതുകൊണ്ടാണ് ആ വിഷയം ആമുഖമായി ഒന്ന് ഉണർത്താമെന്ന് കരുതിയത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരസ്യമായി യുദ്ധം പ്രഖ്യാപിച്ച രണ്ട് കക്ഷികൾ മാത്രമാണ് അള്ളാഹുവിന്റെ ഭൂമിയിലുള്ളത്. അള്ളാഹു നേരിട്ട് യുദ്ധം പ്രഖ്യാപിച്ച രണ്ട് കക്ഷികളേ ഉള്ളൂ. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഖുദ്സിയായ ഹദീസ്. അള്ളാഹു നബിയോട് പറഞ്ഞു, മൻ ആദാ ലീ വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. ഞാൻ ആദരിച്ച എൻ്റെ ഒരു വലിയനോട് ആരെങ്കിലും ഏറ്റുമുട്ടാൻ വന്നാൽ, എൻ്റെ വലിയനോട് ആർക്കെങ്കിലും വിരോധം തോന്നിയാൽ, ഞാൻ ആദരിച്ചിരിക്കുന്ന എൻ്റെ ഇഷ്ടദാസനെ ആരെങ്കിലും നിന്ദിക്കുന്ന ഒരു ചുറ്റുപാട്, അവരോട് വെറുപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു ചുറ്റുപാട്, മത്സരബുദ്ധി കാണിക്കുന്ന ഒരു ചുറ്റുപാട്, അവരെ തള്ളിപ്പറയുന്ന ഒരു ചുറ്റുപാട് ഉണ്ടെങ്കിൽ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, ഞാൻ അവനോട് പരസ്യമായ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പടച്ച റബ്ബ് പറഞ്ഞു. എന്നോടാണ് അവൻ പോരാട്ടത്തിന് തയ്യാറായിരിക്കുന്നത് എന്നർത്ഥം. ഒന്ന്. ഇനി രണ്ടാമത്തെ കക്ഷിയാരാ? ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കാണാം. അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ച രണ്ടാമത്തെ കക്ഷി ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വദറൂ മാ ബഖിയ മിനർ റിബാ, പലിശയുടെ ശേഷിപ്പ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കിയേ പറ്റൂ. ഇനിയും പലിശ നിങ്ങളിൽ ബാക്കിയുണ്ടെങ്കിൽ, ആ ശീലം നിങ്ങളിൽ ഉണ്ടെങ്കിൽ, ഈ ഏർപ്പാട് നിങ്ങൾ ഒഴിവാക്കണം. ഇത് നിങ്ങൾ ഒഴിവാക്കിയേ പറ്റൂ. ദറൂ മാ ബഖിയ മിനർ റിബാ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. പലിശ അല്ലാഹു ഹറാമാക്കി പ്രഖ്യാപിച്ചതിന് ശേഷം എല്ലാവരും പലിശയിൽ നിന്ന് ഒഴിയുന്നു. അവിടെയാണല്ലോ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദായിൽ നടത്തിയ പ്രസംഗം ഞാൻ കേൾപ്പിച്ചു ഇന്നലെ നിങ്ങളെ. എല്ലാവരുടെ പലിശയും ഞാനിവിടെ ദുർബലപ്പെടുത്തി കളയുന്നു, എഴുതി തള്ളുന്നു. ആദ്യമായിട്ട് തള്ളുന്നത് അവ്വലു റിബൻ അദഉഹു റിബാന റിബൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, എൻ്റെ സ്വന്തം എളാപ്പ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെതാണ് ഞാൻ എഴുതി തള്ളുന്നത് എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അതാ ജനങ്ങളൊക്കെ പലിശയിൽ നിന്ന് അകന്നു ജീവിക്കുന്നു. എന്നാൽ പിന്നെയും ഒറ്റയും തെറ്റയുമായി പലരിലും പലിശ എന്ന ശീലം എവിടെയൊക്കെ ബാക്കിയുണ്ടോ എന്ന് കാണുമ്പോൾ പാടെ നിങ്ങൾ ഇത് ഒഴിവാക്കണം. എന്താ? പലിശയുടെ അംശം നിങ്ങളിൽ നിലനിൽക്കുന്ന കാലത്തോളം, പാടെ ഈ സ്വഭാവം നിങ്ങൾ ഒഴിവാക്കാത്ത കാലത്തോളം, നിങ്ങൾ ഒഴിവാക്കാൻ തയ്യാറല്ലേ? ഇങ്ങനെ നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ, പലിശയുമായുള്ള ബന്ധം നിങ്ങൾ ഒഴിവാക്കുന്നില്ല എങ്കിൽ, നിങ്ങൾ അറിഞ്ഞിരിക്കണം, അല്ലാഹും റസൂലും നിങ്ങളോട് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു. പലിശക്കാരൻ അവൻ ചില്ലറക്കാരനല്ല. അള്ളാഹുവിന്റെ കണ്ണിൽ വളരെ മോശപ്പെട്ടവനാണവൻ. ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതുമായി നമ്മൾ അടുക്കരുത് എന്ന് പ്രത്യേകം ഉണർത്തുന്നു. അതേ രൂപത്തിൽ തന്നെ പലിശക്ക് കൊടുക്കുന്നത് പോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ പലിശക്ക് വാങ്ങുന്നതും, പലർക്കും പലിശ കൊടുക്കുന്നത് അത്ര വിഷയമല്ല, പലിശ വാങ്ങുന്നതേ വിഷയമാക്കുന്നുള്ളൂ. എല്ലാം കുഴപ്പമാണ്. എല്ലാവരെയും അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിച്ചാട്ടിയതാണ്.